മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായി വളരാനായിട്ട് ഈ ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു വട്ടം അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ മുടിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായി വേണ്ടത് നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പിലൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെങ്കിലും തൊട്ടടുത്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ വേപ്പിലപ്പൊടി വാങ്ങാൻ കിട്ടും, അതായാലും മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇലകളൊക്കെ നുള്ളിയെടുക്കുന്നുണ്ട്. ഇനി വന്നിട്ട് ഈ വേപ്പിലൊക്കെ നന്നായി കഴുകിയെടുക്കണം. തലമുടിയിൽ തേക്കുന്നത് വെച്ചിട്ട് കഴുകാതിരിക്കരുത്, നന്നായി കഴുകിയെടുക്കുക. പിന്നെ വേണ്ടത് റോബസ്റ്റ് പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് പകരം നേന്ത്രപ്പഴമായാലും കുഴപ്പമില്ല, നല്ല പഴുത്ത പാകം വന്ന പഴം എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി വേണ്ടത് തൈരാണ്. അത് 2 സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ചേർക്കുന്നത് നമ്മുടെ തലമുടിയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആയിക്കോളും കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, ഇത് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ അടിച്ചെടുക്കുന്നത്. ഈ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, താരൻ അതൊക്കെ നന്നായി റിമൂവ് ആയി മുടിക്ക് നല്ലൊരു ഗ്രോത്താണ് കേട്ടോ കിട്ടുക. ആഴ്ചയിൽ ഒരു വട്ടം അപ്ലൈ ചെയ്താൽ മതി. ഞാൻ ഇതിലേക്ക് ഇനി 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലത്തെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയിൽ റോസ്മേരി ഓയിൽ മിക്സ് ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് ഞാൻ ഇവിടെ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലാണ് മെയിനായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. സ്കാൽപ്പിൽ തേച്ച് ഒരു അരമണിക്കൂർ പിടിച്ചതിന് ശേഷം നമ്മുടെ നോർമൽ വാട്ടറിലായാലും വാഷ് ചെയ്താൽ മതി. അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട, നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. പിന്നെ ഞാനിവിടെ റോബസ്റ്റ് പഴമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പഴം വെച്ചാൽ അതിൽ ആഡ് ചെയ്താൽ മതി. നല്ല പഴുത്തതാണെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴമൊക്കെ ആഡ് ചെയ്യണം. നമ്മുടെ മുടിക്ക് നല്ലൊരു സിൽക്കി ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുടിയിലെ ചൊറിച്ചിലൊക്കെ മാറിക്കോളും. നമ്മുടെ താരനൊക്കെ ഉള്ള കാരണമാണ് മുടി കൊഴിച്ചിൽ വരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായി മുടി കൊഴിച്ചിലൊക്കെ മാറിക്കോളും. ഞാനിപ്പോൾ ഇവിടെ ഹെയറിൽ അപ്ലൈ ചെയ്യണതൊന്നും കാണിക്കില്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല കട്ടിക്കാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്കാൽപ്പിൽ. സ്കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ തന്നെ തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ മുടിയുടെ തുമ്പത്ത് അറ്റത്തേക്കൊന്നും ഇല്ലെങ്കിൽ സ്കാൽപ്പിലാണ് മെയിനായിട്ട് തേച്ച് പിടിപ്പിക്കുന്നത്. അങ്ങനെ മുടിയൊക്കെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് കണ്ടോ, നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. നല്ലൊരു ഗ്ലോയിങ് ആണ് ഹെയറിന് കിട്ടിയിരിക്കുന്നത്. മുടി കൊഴിച്ചിലൊക്കെ നന്നായി റിമൂവ് ആകും കേട്ടോ. അപ്പോൾ ഈ പാക്ക് ആഴ്ചയിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും പോകണം കേട്ടോ. പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ.